Hey, hello, welcome back to yet another video of Wisdom and Wonders. So, in the video, chapter first of chemistry, electrochemistry and corrosion science അടുത്ത topics ആയ electrochemical series and nernst equation ആണ് discuss ചെയ്യാൻ പോകുന്നത്. So, moving on to our video, first topic is electrochemical series. So, what is electrochemical series? It is a series in which the standard reduction potentials arranged in ascending order. According to the UPAC system, all reduction reactions and reduction potentials are taken into consideration. So, നമ്മൾ റിഡക്ഷൻ റിയാക്ഷൻസും റിഡക്ഷൻ പൊട്ടൻഷ്യൽസും മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഓൺ മൂവിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നതിനനുസരിച്ച് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. H2ൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. സോ H2ന് മണ്ടക്കോട്ടുള്ളതെല്ലാം മുകളിലോട്ടുള്ളതെല്ലാം നെഗറ്റീവും H2ന് താഴോട്ടുള്ളതെല്ലാം പോസിറ്റീവും ആണ്. ആൻഡ് മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഏറ്റവും താഴത്തെ എലമെൻസിലേക്ക് വരുമ്പോൾ എങ്കിൽ ഏറ്റവും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള എലമെൻറ്റ്സ് റിഡക്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്. അപ്പോൾ റിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് ചെയ്യുന്നത്. റിഡക്ഷനും ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. സോ ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് കാഥോഡ്. ഏറ്റവും താഴോട്ടുള്ള എലമെൻറ്റ്സ് കാഥോഡും മുകളിലുള്ള എലമെൻറ്റ്സ് ആനോഡുമായിട്ട് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലിഥിയവും പൊട്ടാസ്യം എടുക്കുകയാണെങ്കിൽ പൊട്ടാസ്യത്തിന് ലിഥിയത്തെക്കാട്ടിലും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുതലാണ്. അപ്പോൾ അവിടെ റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്, റിഡക്ഷൻ നടക്കും. ആൻഡ് റിഡക്ഷൻ നടക്കുന്ന കേസിൽ gain of electrons ആണ്, and it will act as cathode, and potassium will act as cathode and lithium will act as ആനോഡ്. എന്നാണ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ. ആൻഡ് ഈ എലമെൻസിൻ്റെ ഈ ഓർഡർ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡാണ്. ലൈക്ക് അറീന കനോട്ട് മെമ്മറൈസ് ഓൾ സുവോളജി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ്. നോ സ്റ്റുഡൻറ്റ് ഹാസ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഇൻ സിൽവർ മെർക്കുറി ബിക്കോസ് കെമിസ്ട്രി ഓവർഫ്ലോസ്. ഇതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് ഒന്നുമല്ല. ജസ്റ്റ് ഈ എലമെൻറ്റ്സ് ഓർത്തിരിക്കാൻ, അവർ ഓർഡർ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ്. ലൈക്ക് ലിഥിയം, Carina means potassium, cannot means calcium, and not means sodium. Memorize magnesium. Likewise, it goes on. അടുത്താണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് ആണ്. സോ ഇലക്ട്രോൺസ് ഹാവിംഗ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജൻ ഹാവ് ദ ടെൻഡൻസി ടു അണ്ടർഗോ ഓക്സിഡേഷൻ, whereas electrodes having positive values have the tendency to undergo reduction aqueous solution. അതായത് നെഗറ്റീവ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ നെഗറ്റീവ് ഉള്ളവർക്ക് ദേ അണ്ടർഗോസ് ഓക്സിഡേഷൻ. അതായത് ഹൈഡ്രജന് മുകളിലോട്ടുള്ള ആൾക്കാർ, മുമ്പത്തെ ചാർട്ട് വെച്ചിട്ടാണെങ്കിൽ ഹൈഡ്രജന് മുകളിലുള്ള ആൾക്കാർ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുകയും ഹൈഡ്രജന് ശേഷമുള്ളവർ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുകയും ചെയ്യും. കാരണം നമ്മൾ പറഞ്ഞായിരുന്നു താഴോട്ടുള്ളവർക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുതലാണ്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അപ്പോൾ അവർ റിഡക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ അവർ കാഥോഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഹൈഡ്രജന് മുകളിലോട്ടുള്ളവരെല്ലാം ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുന്നത്. ബിക്കോസ് അവർ ആനോഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാന്ന് പറഞ്ഞാൽ അവർ ഓക്സിഡേഷൻ ആയിരിക്കും അണ്ടർഗോ ചെയ്യുന്നത്. ഇത് നെഗറ്റീവ് വാല്യൂസ് ഉള്ളവരെല്ലാം ഹൈഡ്രജനെ വെച്ച് നോക്കുമ്പോൾ ഓക്സിഡേഷനും, പോസിറ്റീവ് വാല്യൂസ് എല്ലാം ഉള്ളവരെല്ലാം റിഡക്ഷനും ആയിരിക്കും നടക്കുന്നത്. Example ആണ് sodium metal has high negative value of reduction potential, possesses tendency for oxidation to Na plus ion, whereas Eu3 plus has positive value of reduction potential, so it possesses reduction to Au metal. അങ്ങനെ ആയിരിക്കും നടക്കുന്നത്. And അടുത്ത ആപ്ലിക്കേഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ to predict whether a given metal will displace another from its salt solution. ഫസ്റ്റ് നമ്മൾ മെറ്റൽസിന്റെ കേസ് ആണ് പറയുന്നത്. A metal having lower electrode potential value will displace a metal having higher electrode potential value from its salt solution. അതായത് ലോവർ ഇലക്ട്രോഡ് വാല്യൂ ഉള്ളത്, നെഗറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ളവര് ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ളവരെ ഡിസ്പ്ലേസ് ചെയ്യും. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മെറ്റൽസ് ഹാവിംഗ് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഗ്യാസ്. അതായത് നെഗറ്റീവ് ഉള്ളവർക്ക്, ഹൈഡ്രജന് മുകളിലേക്കുള്ളവർ, നെഗറ്റീവ് വാല്യൂസ് ഉള്ള റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളവർക്ക് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും അസിഡിക് സൊല്യൂഷനിൽ നിന്ന്. അടുത്ത കേസ് നോൺ മെറ്റൽസിനെ കുറിച്ച് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഇവിടെ മെറ്റൽസിനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ലോവർ വാല്യൂ ഉള്ളവർ ഹയർ വാല്യൂസ് ഉള്ളവരെ ഡിസ്പ്ലേസ് ചെയ്യും. ഇവിടെ നോൺ മെറ്റൽസിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ഹിയർ a non-metal having higher reduction potential can displace a non-metal having lower reduction potential. അത് higher reduction potential ഉള്ള ഒരാള് lower reduction potential ഉള്ള ആളെ ഡിസ്പ്ലേസ് ചെയ്യും. ഇത് ഹൈഡ്രജന് താഴെയുള്ളവര് ഹൈഡ്രജന് മുകളിലുള്ളവരെ ഡിസ്പ്ലേസ് ചെയ്യും.
കാരണം അവർക്ക് നോൺ മെറ്റൽസ് താഴെയുള്ള നോൺ മെറ്റൽസ്, ഹൈഡ്രജന് താഴെയുള്ള നോൺ മെറ്റൽസ് അല്ലെങ്കിൽ ഹൈഡ്രജന് ശേഷമുള്ള നോൺ മെറ്റൽസ്, ഹൈഡ്രജന് പുറകിലുള്ള ഹൈഡ്രജന് മുകളിലുള്ള നോൺ മെറ്റൽസിനെ ഡിസ്പ്ലേസ് ചെയ്യും. അതേസമയം മെറ്റൽസിന്റെ കേസിൽ ഹൈഡ്രജന് മുകളിലുള്ള മെറ്റൽസ് ഹൈഡ്രജന് താഴെയുള്ള മെറ്റൽസിനെ ഡിസ്പ്ലേസ് ചെയ്യുകയായിരുന്നു ചെയ്തത്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ആൻഡ് അടുത്തൊരു ആപ്ലിക്കേഷൻ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് EMF ഓഫ് എ സെൽ. അത് സ്റ്റാൻഡേർഡ് EMFന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ E0 ഓഫ് കാഥോഡ് മൈനസ് E0 ഓഫ് ആനോഡ് ആണ്. പറഞ്ഞു കാഥോഡും ആനോഡും എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതലുള്ളവർ കാഥോഡായിട്ടും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവുള്ളവർ ആനോഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ അവരുടെ തമ്മിലുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് EMF കിട്ടും. അടുത്ത സ്പോണ്ടേനിറ്റി ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ്. The spontaneity of a redox chemical reaction can be judged based on the standard reduction potential. For example, if we add potassium dichromate solution to an acidified solution of mixture of ferrous chloride and potassium iodide, the oxidation of I minus to I2 takes place first, then oxidation of Fe2 plus to Fe3 plus. The reaction having more cell EMF is more spontaneous, which is evident from the following reduction potential. അതായത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ നമ്മളൊരു അസിഡിഫൈഡ് ഒരു ഫെറസ് ക്ലോറൈഡ് സൊല്യൂഷനിലേക്കും പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷനിലേക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് നടക്കുന്ന ഓക്സിഡേഷൻ എന്ന് പറയുന്നത് I- ആയിരിക്കും. I- I2 ആയിട്ട് മാറുകയായിരിക്കും ചെയ്യുന്നത്. കാരണം ഡൈക്രോമേറ്റ് ആയതുകൊണ്ട് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ നോക്കുകയാണെങ്കിൽ +1.33, Fe3 പ്ലസിനാണെങ്കിൽ +0.77, I2ൻ്റെ ആണെങ്കിൽ +0.54. ഇതിൽ ഏറ്റവും കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ളത് 1.33 ആയിട്ടുള്ള ഡൈക്രോമേറ്റ് അയോണിന്. അപ്പോൾ അതായത് അത് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയിരിക്കും. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് ഈ Fe2 പ്ലസ് ആവണമെങ്കിൽ +0.77. പിന്നെ ഏറ്റവും കൂടുതൽ റിഡക്ഷൻ വാല്യൂ ഉള്ളത് Fe3 പ്ലസിനാണ്. അത് കഴിഞ്ഞിട്ടാണ് I2ന് വരുന്നത്. I2 I- ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് +0.54. ഏറ്റവും കുറവ് വാല്യൂ ഉള്ളത് I2ന് I- ആവാൻ വേണ്ടി എടുക്കുന്നത്. സോ അത് ഏറ്റവും കൂടുതൽ ഓക്സിഡൈസ് ആവും. അപ്പം I- ആയിരിക്കും ഏറ്റവും പെട്ടെന്ന് Fe3 പ്ലസ് Fe2 പ്ലസ് ആവുന്നതിലും പെട്ടെന്ന് ഓക്സിഡൈസ് ആയിട്ട് I2 I- ആയിരിക്കും ഓക്സിഡൈസ് ആയിട്ട് മാറുന്നത്. അതാണ് ആ എക്സാമ്പിളിൽ പറയുന്നത്. I2 ആദ്യം തന്നെ I- ആവും, പിന്നീടാണ് Fe3 പ്ലസ് Fe2 പ്ലസ് ആവുന്നത്. കാരണം റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് അവിടെ റിഡക്ഷൻ നടക്കുന്നത്. ഏറ്റവും കുറവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ള ആൾ ഏറ്റവും പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കും. അതിന് തന്നെ ബാക്കിയാണ് acidified dichromate solution is not capable of liberating chlorine gas from NaCl, but acidified permanganate can liberate chlorine gas from NaCl, which can be explained from the following reduction potentials. ഇവിടെ പെർമാഗ്നേറ്റിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് +1.51, അസിഡിഫൈഡ് ഡൈക്രോമേറ്റിൻ്റെ ഇലക്ട്രോഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് +1.33. അപ്പം ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ 1.51 ഉള്ള പെർമാഗ്നേറ്റിനാണ്. അതുകൊണ്ട് അതിന് ഏറ്റവും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുണ്ട്. അത് റിഡക്ഷൻ നടക്കും, പെട്ടെന്ന് റിഡക്ഷൻ നടക്കും. അതായത് അത് ക്ലോറിനെ പെട്ടെന്ന് Cl- Cl2നെ Cl- ആക്കി മാറ്റും. പെട്ടെന്നായിരിക്കും ഓക്സിഡൈസ് ചെയ്യിക്കുന്നത്. പെട്ടെന്ന് റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുക എന്നാണ്. സോ അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ്. അതായത് സെൽ EMF എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് നെഗറ്റീവ് ദെൻ റിയാക്ഷൻ വിൽ ബി നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇവിടെ സെൽ EMF എങ്ങനെയാണ് പോസിറ്റീവ് നെഗറ്റീവ് ആണെന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽ EMF നമ്മൾ കണ്ടുപിടിക്കത്തില്ലേ, ഈ കാഥോഡ് മൈനസ് ആനോഡ്, അത് ചെയ്യുമ്പോൾ പെർമാഗ്നേറ്റും ക്ലോറിനും നമ്മൾ സെൽ EMF കണ്ടുപിടിക്കുമ്പോൾ അത് പോസിറ്റീവായിരിക്കും സെൽ EMF. അതുകൊണ്ടാണ് റിയാക്ഷൻ സ്പോണ്ടേനിയസും. അതുപോലെ തന്നെ നമ്മൾ സെൽ EMF ഓഫ് ഡൈക്രോമേറ്റ് കണ്ടുപിടിക്കുമ്പം അവിടെ അത് നെഗറ്റീവ് ആയിരിക്കും, E0 ഓഫ് കാഥോഡ് മൈനസ് E0 ഓഫ് ആനോഡ് ചെയ്യുമ്പോൾ. ആൻഡ് ദ റിയാക്ഷൻ ഇസ് നോൺ സ്പോണ്ടേനിയസ്. അടുത്ത ആപ്ലിക്കേഷനാണ് അനാലിസിസ് ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ഇലക്ട്രോലൈസിസ്. ഇഫ് ഇലക്ട്രോലൈസിസ് എ മിക്സ്ചർ ഓഫ് aqueous solution of NaCl and NaI using platinum electrodes, H2 is liberated cathode, I2 is liberated positive terminal. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാഥോഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ടെർമിനലാണ്. അവിടെ റിഡക്ഷൻ ആയിരിക്കും നടക്കുക. അതായത് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളവരായിരിക്കും റിഡ്യൂസ് ചെയ്യുക.
റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് എച്ചിൻ്റെ എച്ച് പ്ലസ് ഹാഫ് H2 ആയിട്ട് മാറുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് -0.41 വോൾട്ട്. സോഡിയം Na പ്ലസ് Na ആയിട്ട് മാറുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യൽ -2.71. ഇവിടെ കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഏറ്റവും ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് H പ്ലസ് H2 ആയിട്ട് മാറുന്നതിന്. അപ്പം അതുകൊണ്ടാണ് H2 ഗ്യാസ് അവിടെ ലിബറേറ്റ് ആവുന്നത്. കാഥോഡിൽ higher reduction potential ulla H plus has higher reduction potential than sodium, so H2 gas is liberated, not sodium metal cathode. And on the other hand, anode എന്ന് പറഞ്ഞ പോസിറ്റീവ് ടെർമിനലാണ്, അവിടെ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. സോ സ്പീഷീസ് വിത്ത് ലോവർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ്. അതായത് ക്ലോറിൻ Cl മൈനസ് Cl2 ആയിട്ട് മാറുന്നു, I മൈനസ് I2 ആയിട്ട് മാറുന്നു. Cl മൈനസ് Cl2 ആയിട്ട് മാറുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യൽ -1.36ഉം I മൈനസ് I2 ആയിട്ട് മാറുന്ന റിഡക്ഷൻ പൊട്ടൻഷ്യൽ -0.54. I മൈനസ് ഹസ് ലോവർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ദാൻ ക്ലോറിൻ. അതുകൊണ്ട് I2 ആയിരിക്കും അവിടെ ലിബറേറ്റ് ആവുന്നത്. സോ നമ്മുടെ ഇലക്ട്രോളിസിസിൻ്റെ ഫൈനൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് കാഥോഡിൽ H2 ഗ്യാസും ആനോഡിൽ I2 ആയിരിക്കും. ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആൾ കാഥോഡിൽ റിഡക്ഷൻ നടക്കും, ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആൾ ഓക്സിഡേഷൻ നടക്കും അറ്റ് ആനോഡ്. അതുകൊണ്ട് H2ഉം I2ഉം ലിബറേറ്റ് ആവുന്നു ഇൻസ്റ്റെഡ് ഓഫ് സോഡിയം ആൻഡ് ക്ലോറിൻ. അടുത്തൊരു ആപ്ലിക്കേഷനാണ് ഡീകമ്പോസിഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്. ഡീകമ്പോസിഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, E0 ഓഫ് കാഥോഡ് മൈനസ് E0 ഓഫ് ആനോഡ്, സ്റ്റാൻഡേർഡ് EMF കണ്ടുപിടിക്കുന്ന പോലെ തന്നെ. സോ ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഡീകമ്പോസിഷൻ potential can be calculated from the electrochemical series. So water എന്ന് പറയുന്നത് split into hydrogen and oxygen just by applying 1.23 volt, which is evident from the following reduction. വാട്ടറിൻ്റെ decomposition എന്ന് പറയുന്നത് അത് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറുന്നത് H2O gives H plus O2. അതാണ് വാട്ടറിൻ്റെ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡീകമ്പോസിഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.23 ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ഡീകമ്പോസിഷൻ പൊട്ടൻഷ്യൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.23 ആണ്. -1.23 ആൻഡ് ഹൈഡ്രജൻ്റെ ആണെങ്കിൽ 0 സോ 0 മൈനസ് 1.23 gives 1.23 itself. സോ അങ്ങനെയാണ് ഇവിടെ ഡീകമ്പോസിഷൻ പൊട്ടൻഷ്യൽ കിട്ടിയിരിക്കുന്നത്. അടുത്ത ടോപ്പിക് ആണ് Nernst equation for the electrode potential. സോ Nernst equation എന്ന് പറഞ്ഞാൽ it gives the relation between the concentration of the concentration of the solution and the electrode potential. It gives an idea about dependency of electrode potential with the concentrate of solution. How the electrode potential depends on the concentration of solution. ഒരു relation തരുന്ന ഒരു equation ആണ് Nernst equation എന്ന് പറയുന്നത്. It gives effect of electrolytic concentration on electrode potential. it gives the effect of electrolytic concentration on electrode potential. So നമ്മൾ ഒരു reduction reaction consider ചെയ്യുന്നു. Mn++ n electrons gives M. So they decrease in free energy, delta G is decreasing, and thermodynamics നമ്മൾ പഠിക്കുന്ന Van Hoff's equation ആണ് delta G is equal to delta G0 plus RT ln Q എന്ന് പറയുന്നത്. സോ delta G എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഫ്രീ എനർജി ആണ്, Q എന്ന് പറയുന്നത് റിയാക്ഷൻ കോൺസ്റ്റന്റ് ആണ്, R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ആൻഡ് T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. സോ ഡെൽറ്റ G0 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഫ്രീ എനർജി അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, അതായത് 25 ഡിഗ്രി സെൽഷ്യസിലൊക്കെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ നടക്കുന്ന ചേഞ്ച്. ഗ്യാസ് കോൺസ്റ്റന്റ് നമുക്കറിയാം R is equal to 8.314 joule per Kelvin ആണ്. ആൻഡ് റിയാക്ഷൻ കോൺസ്റ്റന്റ് നമുക്കറിയാം ഇറ്റ്സ് എ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. അതാണ് റിയാക്ഷൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, reaction quotient എന്ന് പറയുന്നത്. And in a reversible cell, electrical energy is reduced at the expense of decrease in free energy, and free energy is related to the EMF of the cell as follows. So ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, delta G is equal to -NFE എന്ന് പറയുന്ന ഇക്വേഷൻ 12ലെല്ലാം പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. സോ ഇനി ഈ ഇക്വേഷനിലേക്ക് ഫസ്റ്റ് ഇതിനെ നമ്മൾ 1 എന്ന് നെയിം ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇക്വേഷനിലേക്ക് ഇതിനെ നമ്മൾ 1 എന്ന് നെയിം ചെയ്ത് കഴിഞ്ഞാൽ ഈ 1ലേക്ക് ഇതിനെ കൊണ്ട് ഇടുവാണ്, ഈ ഇക്വേഷനെ നമ്മൾ പ്ലേസ് ചെയ്യുക. -NFE ഡെൽറ്റ ജിക്ക് പകരം, ആൻഡ് -NF എന്ന് പറയുന്നത്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസും F എന്ന് പറയുന്നത് ഫാരഡേസ് കോൺസ്റ്റന്റ്. സോ ദേ ബോത്ത് ആർ കോൺസ്റ്റൻസ്. അപ്പോൾ അവിടെ ചേഞ്ച് വരുന്ന E0ക്ക് മാത്രമേ ഉള്ളായിരിക്കും, അതുകൊണ്ടാണ് ഇവിടെ E0 വന്നത്, പ്ലസ് RT ln Q. ആൻഡ് E equals to E0 minus RT
ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും E=E0 - RT/NF ln Q എന്ന് പറയും. ആൻഡ് എഫിൻ്റെ വാല്യൂ നമുക്കറിയാം, ഫാരഡേസ് കോൺസ്റ്റന്റ് വാല്യൂ 96500 ആണ്. സോ നമ്മളത് മൊത്തം അപ്ലൈ ചെയ്ത് കഴിയുമ്പം E=E0 - RT/NF ln Q. ln Qനെ നമുക്ക് ln എന്ന് പറയുന്നത് ടു ദ ബേസ് E ആ. ഈ ln ടു ദ ബേസ് 10 ആക്കാൻ, ടു ദ ബേസ് 10 ആണ് ലോഗ്. സോ lnനെ ടു ദ ബേസ് 10 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും 2.303 വെച്ചിട്ട്. ln-നെ 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലോഗ് ദാറ്റ് ഇസ് ബേസ് ഇനെ ബേസ് 10 ആക്കാൻ വേണ്ടിയിട്ട് 2.303 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് ഈ 2.303. ടെമ്പറേച്ചർ അറിയാം, R അറിയാം, F അറിയാം. സോ നമ്മളത് ഫൈനലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ, നൺസ്റ്റ് ഇക്വേഷൻ്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ E=E0 - 0.0591/n log Q അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എൻ്റെ ടൈമിൽ മാത്രം. അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്, E0 - RT/NF log Q എന്നുള്ള ഇക്വേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നൺസ്റ്റ് ഇക്വേഷൻ ഫോർ എ സിംഗിൾ ഇലക്ട്രോഡ്. ആൻഡ് ഇവിടെ റിയാക്ഷൻ കോഷ്യനെ നമുക്ക് M/Mn+, ഈ റിയാക്ഷനിൽ നിന്ന് പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ് റിയാക്ഷൻ കോഷ്യൻറ്റ്. സോ അത് നമുക്ക് Q കിട്ടി. സോ ഇവിടെ M എന്ന് പറയുന്നത് ഫോർ ന്യൂട്രൽ പാർട്ടിക്കിൾസ്, കോൺസെൻട്രേഷൻ ഓഫ് ന്യൂട്രൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമുക്ക് ഈ M എന്ന് പറയുന്നത് ന്യൂട്രൽ ആയതുകൊണ്ട് 1 എന്ന് എടുക്കാം. M+ എന്ന് പറയുന്നത് അയോൺ അല്ലേ, Mn+ എന്ന് പറയുന്നത് അയോണാണ്. അപ്പം നമുക്ക് അതിന് കോൺസെൻട്രേഷൻ നമുക്ക് 1 ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. കോൺസെൻട്രേഷൻ ഓഫ് എ ന്യൂട്രൽ മോളിക്യൂൾ എലമെന്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ 1. സോ Q = 1/Mn+ എന്ന് കിട്ടി. ആൻഡ് E=E0 - 0.0591/n log 1/Mn+ എന്ന് നമുക്ക് കിട്ടി. ഒരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ നൺസ്റ്റ് ഇക്വേഷൻ ആണ് E=E0 - 0.0591/n log 1/Mn+. ഇനി നൺസ്റ്റ് ഇക്വേഷൻ ഫോർ എ കംപ്ലീറ്റ് സെൽ. കംപ്ലീറ്റ് സെല്ലിൻ്റെ കേസിൽ AA + BB gives CC + DD. അതായത് ഈ എയും സ്മോൾ എയും ബിയും സിയും ഡിയും എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻസ്. ആൻഡ് അപ്പം നമുക്ക് റിയാക്ഷൻ കോഷ്യന്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് by concentration of the reactant. So concentration of the product in the coefficient നമ്മൾ raised to ആയിട്ട് represent ചെയ്യും. So C raised to C into D raised to D by concentration of A raised to A by concentration of into concentration of B raised to B. അങ്ങനെ എഴുതി. സോ നമുക്ക് Qൻ്റെ വാല്യൂ ഇതാണ് കിട്ടിയത്. സോ ഇത് പോയി നമ്മൾ Qയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ ഇക്വേഷനിൽ Qയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ. സോ ഒരു കംപ്ലീറ്റ് സെല്ലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാ E0 cell minus 0.059/n log concentration of C the whole raised to C and concentration of D into concentration of D in the whole raised to D by concentration of A into whole raised to A into concentration of B in the whole raised to B. And in an example ആണ് ഡാനിയൽ സെൽ റിയാക്ഷൻ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ സിങ്കും കോപ്പറും ആണ് ഇലക്ട്രോഡ്സ് ആൻഡ് Zn2++ Cu ആണ് അവിടുത്തെ പ്രൊഡക്റ്റ്. Cuൻ്റെ നമുക്ക് കോൺസ്റ്റന്റ് മീൻസ് 1 ആയിട്ട് എടുക്കാം കോൺസെൻട്രേഷൻ, ബിക്കോസ് Cu എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ Zn ന്യൂട്രൽ ആണ്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ നമ്മൾ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് Q എന്ന് പറയുന്നത് Zn2+/ Cu2+ എന്ന് കിട്ടും. സോ നമ്മുടെ സെൽ റിയാക്ഷൻ എന്തായിട്ട് മാറും? E-cell = E0 cell minus 0.059/n log Zn2+/ concentration of Zn2+/ concentration of Cu2+ എന്ന് നമ്മുടെ ഇക്വേഷൻ മാറും. അടുത്തൊരു ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻസ് ഓഫ് നൺസ്റ്റ് ഇക്വേഷൻ. സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റഡി ദ എഫക്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. നൺസ്റ്റ് ഇക്വേഷൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യമേ ഞാൻ പറഞ്ഞു, ഇറ്റ് ഗിവ്സ് എ റിലേഷൻ ബിറ്റ്വീൻ ദ എഫക്ട് ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ ഓൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ആ ഇക്വേഷൻ വെച്ച് E=E0 cell minus 0.059/n log 1/Mn+ എന്നൊരു ഇക്വേഷനിലേക്കായിരുന്നു നമ്മൾ ഫസ്റ്റ് എത്തിയിരുന്നത്. സോ ഇങ്ങനെ പറയാം, ഇറ്റ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് an electrolyte. Electrode potential is inversely proportional to the concentration of the electrolyte.
ആൻഡ് അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് എ സെൽ അണ്ടർ നോൺ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. സോ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ അല്ലാത്ത ടൈമിലുള്ള അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മറ്റുള്ള കണ്ടീഷൻസിലുള്ള ഈ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ആ ഇക്വേഷൻ ഏതാ? E=T0 സെൽ മൈനസ് 0.2.303 ഇൻറ്റു RT/NF ലോഗ് അത് log concentration of the product by concentration of the reactant. And the unknown concentration of the one of the ionic species in a cell can be determined with the help of the Nernst equation, provided that E0 cells and concentration of other ionic species are known. E0 ഓഫ് എ സെല്ലും ബാക്കി അയോണിക് സ്പീഷീസിൻ്റെ കോൺസെൻട്രേഷനൊക്കെ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ബാക്കിയുള്ള അൺനോൺ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ഓഫ് വൺ ഓഫ് ദി അയോണിക് സ്പീഷീസ്, ഒരു അയോണിക് സ്പീഷീസിൻ്റെ കോൺസെൻട്രേഷൻ തന്നു കഴിഞ്ഞാൽ മറ്റ് അയോണിക് സ്പീഷീസിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കിയെല്ലാം പ്രൊവൈഡഡ് ആണെങ്കിൽ, ബാക്കി എല്ലാ കോൺസ്റ്റൻസും എല്ലാം പ്രൊവൈഡഡ് ആണെങ്കിൽ. ആൻഡ് ദ pH ഓഫ് ദ സൊല്യൂഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദിസ് ഇക്വേഷൻ. pH കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അടുത്തുള്ള വീഡിയോസിൽ പറയുന്നതായിരിക്കും. സോ ഈ ഇക്വേഷൻ വെച്ച് E=E0 മൈനസ് 0.059 pH നമുക്ക് എഴുതാം. ആ ഒരു ഇക്വേഷനാണ്. അത് അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ വാലൻസി ഓഫ് എൻ അയൺ ഓൺ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇൻ ദ ഇലക്ട്രോഡ് റിയാക്ഷൻ. അതായത് N നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് സോളിബിലിറ്റി ഓഫ് സ്പെയറിംഗ്ലി സോൾബിൾ സാൾട്ട് അറ്റ് എനി ടെമ്പറേച്ചർ ക്യാൻ ബി ഡിറ്റർമൈൻഡ്. അതായത് സോളിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ സേ ഇറ്റ്സ് എ കോൺസെൻട്രേഷൻ ഓഫ് ദ അയോണിക് സ്പീഷീസ്. അപ്പം സോളിബിലിറ്റി നമുക്ക് ഏത് സ്പെയറിംഗ്ലി സോളിബിൾ സാൾട്ടിൻ്റെയും ഏത് ടെമ്പറേച്ചറിലുള്ള കോൺസെൻട്രേഷനും കണ്ടുപിടിക്കാൻ പറ്റും, മുന്നത്തെ പോയിന്റ് പറഞ്ഞ പോലെ. So with this we are winding up our videos. Thank you for watching.